കഥ പറയുമ്പോൾ മാണിക്യക്കല്ല്, അരവിന്ദന്റെ അതിഥികൾ, അങ്ങനെ ഒരു പിടി നല്ല സിനിമകൾ നമുക്ക് തന്ന ഡയറക്ടർ എം മോഹനാണ് നമ്മുടെ കൂടെ. സോ വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമസ്കാരം. തലശ്ശേരി എപ്പോഴും ഭയങ്കര സ്നേഹത്തോടെ കൊണ്ടുനടക്കുന്ന ഒരാളാണ്. തലശ്ശേരി നിന്നാണ് വരുന്നത്. എന്താ പറയുക, തെയ്യം, നല്ല ബിരിയാണി, കളരി, അങ്ങനെ നല്ലൊരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അത് തന്നെ ചോദിക്കട്ടെ, നാടിനെ പറ്റി എന്താണ് ഒരു ഓർമ്മ പറയാനുള്ളത്? നാടിനെ പറ്റിയുള്ള ഓർമ്മ നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. തലശ്ശേരി ബിരിയാണി എന്നെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരിയല്ല, ആക്ച്വലി തലശ്ശേരിക്ക് അടുത്തുള്ള പ്രദേശമാണ്. പക്ഷേ തലശ്ശേരിയാണ് നമ്മളെ ലൊക്കാലിറ്റി. അതൊരു നൊസ്റ്റാൾജിയ പോലെ തന്നെയാണ്. നമ്മൾ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും അവിടെ പറന്നെത്തും. തലശ്ശേരിയിലല്ലേ ഇപ്പോൾ സ്ഥിരം നിൽക്കുന്നത് അല്ലേ? തലശ്ശേരി എന്ന് പറയുന്നത് തലശ്ശേരിക്കടുത്ത്, തലശ്ശേരി താലൂക്കാണ്. പാട്യമാണ് എൻ്റെ സ്ഥലം. അത് നമ്മളെങ്ങനെയെങ്കിലും അവിടെ ഓടിപ്പിടിച്ചെത്തും. അവിടെ നിന്ന് ടൗണൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നൊരു പരിപാടി ഇപ്പോഴും നടക്കുന്നുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന വലിയൊരു സ്റ്റാർ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് സിനിമ ചെയ്യുന്നത്. ഈ കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ കഥ എന്താണെന്ന് പറയാമോ? അതെങ്ങനെ ആ സിനിമയിലേക്ക് എത്തി? അതൊന്നും ആയിരുന്നില്ല ആദ്യം ആലോചിച്ചത്. കാരണം മമ്മൂക്കൊക്കെ വെച്ചിട്ടൊരു സിനിമ ആലോചിക്കുക എന്ന് പറയുന്നത് അന്ന് നമുക്ക് അത്ര ഒരു ധൈര്യമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ കുറേ കഥകൾ, പല കഥകളും ശ്രീചേട്ടനുമായിട്ട് ആലോചിച്ചു. ഒന്നും നടന്നില്ല. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഒരു സബ്ജക്റ്റ് ഉരുത്തിരിഞ്ഞ് വന്നു. അപ്പോൾ അതായിരുന്നു ആദ്യം ചെയ്യാൻ വിചാരിച്ചത്, ഒരു കർണാടക ബാക്ക്ഗ്രൗണ്ടിലൊരു സാധനം. പക്ഷേ അത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ശ്രീനിയാണ് ഉദയാണ് താരത്തിൻ്റെ ആ ഡിസ്കഷൻ ടൈമിലുള്ള ചില അനുഭവങ്ങൾ വെച്ചിട്ട് ഒരു ത്രെഡ് രൂപപ്പെട്ട് മനസ്സിലുണ്ടായിരുന്നു. അത് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ആകെ ഒരു 4 വരിയിൽ ഒരു ഫോണിലൂടെയാണ് പറയുന്നത്. എന്താ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ വന്ന ഐഡിയ എന്നൊക്കെ ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്. ശരിക്കുള്ളതാണോ? ആയിരിക്കും. കാരണം എൻ്റെ അടുത്തത് ഞാൻ വേറൊരു സബ്ജക്റ്റ് ഇങ്ങനെ എൻ്റെ ഓൺലൈനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു ദിവസം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ത്രെഡ് പറഞ്ഞു. അപ്പം ഒരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, പിന്നെ ഒരു പ്രേമക്കേസിൽ നാട് വിടുന്നു. പിന്നെ അദ്ദേഹം അവിടെ ആ ലൊക്കേഷനിലേക്ക് സൂപ്പർ സ്റ്റാറായിട്ട് വരുന്നു. ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പം അത് പെട്ടെന്ന് എനിക്ക് അത് നന്നായിട്ട് ഫയർ ചെയ്തു. കാരണം കൃഷ്ണകുചേല ആയിട്ടുള്ളൊരു സങ്കല്പം. അപ്പോൾ ശ്രീനേട്ടൻ അത് തന്നെയാണ്. പക്ഷേ അതില്ലാത്തുള്ള എല്ലാ ഇൻസിഡൻസും ശ്രീനേട്ടൻ റിയലി അനുഭവമുള്ളതാണ്. കാരണം ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ ശ്രീനേട്ടൻ ഗൾഫിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകാറുള്ള സമയത്ത് ഇതേപോലെ അവിടെ ഒരു ഗൾഫിലൊരു റെസ്റ്റോറൻറ്റ് ഇരിക്കും, ഇതേപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ മട്ടന്നൂർ കോളേജിൽ പഠിച്ചതല്ല, മട്ടന്നൂർ കോളേജിലുള്ള അന്ന് ആ സമകാലികമായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ശ്രീനേട്ടൻ എൻ്റെ അന്ന് പറയാറുണ്ട്. പക്ഷേ അതൊന്നും അന്ന് കഥയായി വന്നിട്ടില്ല. പക്ഷേ ഇതിന് പറ്റുന്നൊരു തോട്ട് വന്നപ്പോൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ എനിക്കൊന്നും ഇതെല്ലാം ഉപരി ആ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് ശ്രീനിയേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള ഒരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ടായിരിക്കാം അത് ശ്രീനേട്ടൻ അങ്ങനെ എഴുതാൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. കാരണം എഴുത്തുകാരൻ്റെ രീതി അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ അത് ശ്രീനേട്ടൻ എഴുതുമ്പോൾ മമ്മൂക്കയുടെ ശരിക്കും അങ്ങനെ ഒരു ബന്ധം ശ്രീനേട്ടൻ തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് കുറേ വർക്കൗട്ടായി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ വേറൊരു സക്സസ് എന്ന് പറയുന്നത് മമ്മൂക്ക ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ ഉണ്ടാവൂ എന്നുള്ളതായിരുന്നു. ആദ്യം മുതലേ ഇപ്പോൾ മമ്മൂക്ക തന്നെയാണ് വിചാരിച്ചിരുന്നത്. അതെ, ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ ഓൾറെഡി ഒരു സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് 1 ലൈൻ വരെ എഴുതിയാണ്. ശ്രീനേട്ടൻ ഞാൻ അവിടെ ഒരു ഷൂട്ട് സമയത്ത് ഒറ്റപ്പാലത്ത് പോയിട്ട് ആ 1 ലൈൻ കേൾപ്പിച്ചു. സെക്കൻഡ് ഡഫും കൂടി എഴുതി. ശ്രീനേട്ടനാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ചില ഐഡിയകൾ ഷെയർ ചെയ്യുന്നു മാത്രം. അത് ഞാൻ കണ്ടൻറ്റ് എഴുതി വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ ആ പടത്തിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് ഈ ഒരു ത്രെഡ് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞതാണ്, മമ്മൂട്ടിക്ക് 4 സീന് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. മമ്മൂട്ടി ഗസ്റ്റ് റോളായിട്ട് അഭിനയിക്കെങ്കിൽ മാത്രമേ ഈ സിനിമ ഉണ്ടാവുള്ളൂ. കാരണം മമ്മൂക്ക അല്ലാത്ത വേറൊരാൾ അതിനെ ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് എന്തായാലും നമുക്ക് സമ്മതിക്കൂ. കാരണം അന്ന് മമ്മൂക്ക 4 സീനിലൊക്കെ ഒരു ഗസ്റ്റ് റോൾ വരിക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ എന്നുള്ള ശ്രീനേട്ടന്. അതാണ് ഞാനും ആലോചിച്ചത്. ഈ ഒരു 4 സീനിന് വേണ്ടി ചിലപ്പോൾ കഥ പറഞ്ഞു വരുമ്പോൾ ഇത് ഇത്ര ഇമ്പാക്റ്റ് ഉള്ള സീനാണോ നമുക്ക് അറിയില്ലല്ലോ. സിനിമ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ഇത്ര ഇമ്പാക്റ്റ് ആവുക. പക്ഷേ മമ്മൂക്ക അന്ന് ശ്രീനേട്ടൻ്റെ ഒരു ഫുൾ സ്ക്രിപ്റ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അത് മമ്മൂട്ടിൻ്റെ അടുത്ത് പെട്ടെന്ന് പോയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ചിലപ്പം അന്ന് നിനക്ക് ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സാന്ദർഭികമായിട്ടൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊന്ന് ആദ്യമായിട്ടത് മമ്മൂക്കേൻ്റെ ചെവിയിൽ എത്തിച്ചത് ആൻഡോ ചേട്ടനായിരുന്നു. ആൻഡോ ചേട്ടൻ്റെ അടുത്ത് ശ്രീനേട്ടൻ ഇത് പറഞ്ഞപ്പോൾ ആൻഡോ ചേട്ടൻ ശ്രീനേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീനേട്ടൻ നല്ല സംഭവമാണല്ലോ എന്ന് പറഞ്ഞു. ആ ഗസ്റ്റ് റോളിനേക്കാളും നമുക്ക് റോള് ഗസ്റ്റാണെങ്കിലും അതിൽ കൊള്ളുന്നൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. അത് ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പില്ലാത്ത മനുഷ്യന്മാർ ലോകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീനിവാസൻ സാർ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അങ്ങനെ കൃത്യമായി ഫുൾ എഴുതി വെക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്നേ ദിവസം രാവിലെ ആയിരിക്കും ഒരു സീൻ എഴുതുക, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഭയങ്കര ടെൻഷനായിരിക്കില്ലേ?
ഇല്ല, എനിക്കെന്ന് വെച്ചാൽ ശ്രീനിയേട്ടനായിട്ടുള്ള തുടക്കം മുതലേ വളരെ കാലം മുതലുള്ള റിലേഷൻ ഉണ്ട്. എങ്ങനെയാണ് ഞാൻ എഴുത്തുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം ഞാൻ സത്യനന്ദിക്കാരൻ്റെ കൂടെ അദ്ദേഹത്തിന് ശിഷ്യനായിട്ടാണ് വന്നത്. ആ പടത്തിന് സത്യൻ്റെ കൂടെയുള്ള പടം തന്നെ ശ്രീനിയേട്ടൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടാവും. അപ്പം ഏകദേശം ഇങ്ങനെയായിരിക്കും. പിന്നെ അത് സത്യനും ശ്രീനിയേട്ടനൊക്കെ അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ളവരാണ്. അപ്പം ഏറെക്കുറെ അതും എനിക്ക് പരിചിതമായതുകൊണ്ട് നമ്മളൊരു വൺലൈൻ എനിക്ക് വേണ്ടി ഒരു വൺലൈൻ ഉണ്ടായിരുന്നത്. കാരണം നമ്മളിതിൽ എക്സ്പീരിയൻസ് അല്ലാതെ കൊണ്ട് ഒരു വൺലൈൻ ഉണ്ടാക്കിയിരുന്നു. അത് തുടക്കം മുതൽ അവസാനം വരെ ഒരു വൺലൈൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരു വൺലൈൻ ഉണ്ടാക്കി. പിന്നെ എഴുത്തൊക്കെ പിന്നെ നമ്മൾ വൺലൈൻ കാണുന്ന പോലെ ഒന്നുമില്ല ഉണ്ടാവുക. അതുകൊണ്ട് എനിക്കങ്ങനെ ബേജാറൊന്നും ആയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഇൻ്റർവ്യൂവിൻ്റെ വേണ്ടി സംസാരിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരോടും ചോദിക്കായിരുന്നു, കഥ പറയുമ്പോഴുള്ള ക്ലൈമാക്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർമ്മകൾ? എല്ലാവരും എന്നോട് പറഞ്ഞത് അയ്യോ കുറേ കരഞ്ഞതാണ്, ഇപ്പോൾ കാണുമ്പോഴും സങ്കടം വരും. അത് കണ്ടിട്ട് ഇതുണ്ടാക്കിയ ആളെന്നുള്ള നിലയിൽ ഡയറക്ടറിന് സങ്കടം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കരഞ്ഞിട്ടുണ്ടോ? അല്ല, അത് ഉറപ്പാണ്. നമുക്ക് ഞാനിപ്പം ഒരു സിനിമ അതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ടോ? എത്ര തവണ നമുക്ക് എണ്ണാൻ പറ്റില്ല, അത്രയധികം സമയം കണ്ടു. ഓരോ തവണ കാണുമ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത് അതിലൊരു സംശയമില്ല കാര്യത്തിൽ. കാരണം എൻ്റെ ചേച്ചി തന്നെ, ശ്രീനിയുടെ ഭാര്യ തന്നെ പറയും, ഈ സിനിമ ടി വിയിൽ കാണിക്കുമ്പോൾ ആ സമയത്ത് ഓടിയിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അവിടെ വന്നിരിക്കും. ഞാൻ ഇതിന് കഷ്ടപ്പെട്ടിരുന്ന് കാണുന്നത്. എല്ലാവരും കാണും. അല്ല, അത് ഒരു സൗഹൃദത്തിൻ്റെ ഒരു വല്ലാത്തൊരു സാധനമാണ്. നമുക്ക് ഒരിക്കലും അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വലി പെർഫോമൻസ് ചെയ്തതെന്നും പറയാൻ പറ്റില്ല. അത് റിയലായിട്ട് കരഞ്ഞാണ് മമ്മൂക്ക സ്റ്റേജിൽ. അപ്പോൾ അതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. റിഹേഴ്സലായിരുന്നു. റിഹേഴ്സലിന് വേണ്ടി നമ്മളത് അന്ന് ഫിലിമിലായിരുന്നു ഷൂട്ട്, 2 ക്യാമറ വെച്ചിട്ട്. അപ്പം അത് റിഹേഴ്സൽ തന്നെ അങ്ങ് ഷൂട്ട് ചെയ്തു. ഞാൻ ആക്ച്വലി നമ്മുടെ അനന്തരവൻ ധ്യാൻ ശ്രീനിവാസൻ ഈ സിനിമയെ പറ്റി പറഞ്ഞത് റീസെൻ്റ്ലി കേട്ടായിരുന്നു. അതായത് ആദ്യം ബിഫോർ ഡബിങ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാത്തൊരു സിനിമ, ഡീസൻ്റ് ആയിട്ടുള്ളൊരു സാധാരണ സിനിമ എന്നുള്ള രീതിയിലൊക്കെ കണ്ടതാണ്. കുഴപ്പമില്ല, ശ്രീനിവാസൻ ഓടുമെന്ന് വെച്ചപ്പോൾ ഓടില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഡബിങ്ങിന് ശേഷം റിയലായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ഡബിങ്ങിൻ്റെ മാജിക്, മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറിൻ്റെ ആ ഒരു വോയിസിലുള്ള ഒരു വിറയലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സിനിമ അങ്ങ് മാറി, ഉറപ്പായിട്ടും ഓടും എന്നൊക്കെ പറഞ്ഞത് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്താണ്? അല്ല, ധ്യാനെന്ന് ചെറുതാണ്. ധ്യാനിന് പിന്നെ അന്ന് ആക്ഷൻ പടങ്ങളോടൊക്കെ ഉള്ള അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ചിന്താവിഷയ ശ്യാമള, അവനതിലും ചെറുതാണല്ലോ. ആ സമയത്ത് ചെന്നൈയിൽ എൻ്റെ പ്രിവ്യൂ ഷോ അല്ല, കുറച്ച് ആൾക്കാരെ അന്ന് അവനും കൂടെ ഉണ്ടായിരുന്നു. അവനും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്ത് വന്നപ്പോൾ എനിക്ക് മുന്നേ പടം ഇഷ്ടപ്പെട്ടു. എന്ത് മാമ, ഒരു കുതിരിയൊന്നുമില്ല, അതെന്ത് പടം. പക്ഷേ അവൻ ഏറ്റവും പിന്നീട് അവൻ വളർന്നു വന്നപ്പോൾ ആ പടത്തിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ആ ഒരു സമയം ആണ്. പക്ഷേ ഇതൊക്കെ ഏത് കാലത്തും ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. അത് പറഞ്ഞ സ്ഥിതിക്ക് ഇത്രയും വർക്ക് ചെയ്തേക്കണതിനകത്ത് ശ്രീനിവാസൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, വിനീത് ശ്രീനിവാസൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ധ്യാനൊരു അവസരം കൊടുക്കാത്തത്? ധ്യാനൊരു സബ്ജക്റ്റ് ഉണ്ടാവുന്നില്ല. കാരണം ഇത് അവനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അവനെ പറ്റിയ സബ്ജക്റ്റിൻ്റെ ചെയ്യും തീർച്ചയായിട്ടും. ഇപ്പോൾ സബ്ജക്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇനി പുതിയത് വരുന്നതിലും വീണ്ടും മൂത്ത ആൾക്കാണ് അവസരം കൊടുത്തിരിക്കുന്നത്. വിനീത് ശ്രീനിവാസനായിട്ടാണ് പുതിയ സിനിമ. അല്ല, അങ്ങനെയില്ല. അത് ആക്ച്വലി അത് വന്നത് മഹാസുബൈറിന് വേണ്ടി ഒരു പ്രൊജക്റ്റായിരുന്നു. അത് ഞാൻ കഥ പറയുമ്പോൾ ശേഷം സുബൈറിനായിട്ട് കമ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ 2008 മുതൽ പല സബ്ജക്റ്റുകൾ ആലോചിക്കുമ്പോൾ ശരിയാവില്ല. അങ്ങനെ നീണ്ടു പോയപ്പോഴും ഞങ്ങളൊരു ചൈന ബേസ്ഡ് ഒരു സബ്ജക്റ്റ് വിനീതിനെയും ശ്രീനിയേട്ടനെയും വെച്ച് ആലോചിച്ചു. ചൈനയിലൊക്കെ പോയി. പക്ഷേ സബ്ജക്റ്റ് പിന്നെ കൊറോണ അങ്ങനെ വർക്കൗട്ടായില്ല. അങ്ങനെ പിന്നെ എൻ്റെ ഒരു ചേച്ചിയുടെ മകൻ തന്നെയാണ് രാകേഷ് മണ്ടോടി എന്ന് പറഞ്ഞിട്ട് തിര ഗോതയൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത്. അപ്പോൾ അവൻ എൻ്റെ കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കാലം. അപ്പോൾ ആ സമയത്ത് അവൻ്റെ അടുത്തൊരു സബ്ജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവനൊരു ത്രെഡ് പറഞ്ഞു. അവനൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില്ല. അപ്പോൾ ഞാൻ തൽക്കാലം നീ അതോടൊക്കെ ഈ ഒരു സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ എനിക്ക് വേണ്ടി അവനെ ആ സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ അതിൽ പിന്നെ ഒരു യങ്സ്റ്ററായിട്ട് അത് ആലോചിച്ചപ്പോൾ വിനീത് വന്നു. അങ്ങനെ ബോധപൂർവം ഉണ്ടായതല്ല. ചൈന സബ്ജക്റ്റ് വിനീതിനെ ആയിരുന്നു ഫിക്സ് ചെയ്തത്. പക്ഷെ അത് നടക്കാണ്ട് വന്നപ്പോൾ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നു. അങ്ങനെ ആയതാണ്. ധ്യാനം വെച്ച് നല്ല സബ്ജക്റ്റ് വരുമ്പോൾ ധ്യാനം വെച്ച് ചെയ്യൂ. അപ്പോൾ ഈ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ എന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു അമ്മാവൻ എന്ന നിലയിൽ നോക്കുമ്പോൾ വിനീത്, ധ്യാനൊക്കെ ഇത്രയും നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നു, എല്ലാ മേഖലകളിലും കൈയടത്തി വർക്ക് ചെയ്യുന്നു, പ്രശസ്തരാകുന്നതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? അമ്മാവൻ എന്ത് തോന്നുന്നു? ഇപ്പം ഞാൻ അവരുടെ അമ്മാവൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. വിനീതിന്റെ ധ്യാൻ്റെ അമ്മാവൻ. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ശ്രീനിവാസൻ്റെ അളിയെന്ന് ഉള്ളൊരു ഇതായി. ഇപ്പം ധ്യാൻ്റെ മാമൻ, വിനീതിൻ്റെ മാമൻ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഞാൻ ഡയറക്ടറാണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അതൊരു സുഖമുള്ള സംഭവമാണ് കേൾക്കുമ്പോൾ. അത് അരവിന്ദൻ്റെ അതിഥികളിലേക്ക് വരുമ്പോഴേക്കും മൂകാംബിക എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മൾ മലയാള സിനിമകളിൽ അത്ര
ഫെമിലിയർ അല്ലാത്തൊരു ലൊക്കേഷൻ വേണം എന്ന് വിചാരിച്ചാണോ നമ്മൾ അങ്ങോട്ട് വന്നത്? അല്ല, അതിൻ്റെ കഥ സ്ക്രിപ്റ്റ് റൈറ്റർ രാജേഷ് രാഘവൻ എൻ്റെ അടുത്ത് അത് മൂകാംബികയിൽ വെച്ചിട്ടാണ് കഥയാണ് പറഞ്ഞത്. കാരണം മൂകാംബികയിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ അരങ്ങേറ്റം കുറിക്കുന്നതാണ്. പാട്ടിനും നൃത്തത്തിനും കലാമേഖലകളിൽ എന്തിനും അരങ്ങേറ്റം കുറിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു സരസ്വതി മണ്ഡപത്തിലാണ് അരങ്ങേറ്റം നടത്തുന്നത്. അത് ഒരു വിശ്വാസമാണ്. അത് ഒരു കാലാകാലങ്ങളായിട്ട് അത് ആൾക്കാർ പിന്തുടരുന്നൊരു സംഭവമാണ്. അപ്പോൾ അവിടെ നർത്തകിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ വന്ന് അരങ്ങേറ്റം കുറിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇത് മാറ്റാൻ പറ്റില്ല, സ്ഥലം മാറ്റാൻ പറ്റില്ല. പക്ഷേ മൂകാംബിയെ എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ്. ഞാൻ ഇത് ഒരുപാട് എല്ലാ വർഷങ്ങളും എല്ലാ സീസണുകളിലും ഞാനിവിടെ പോകാറുണ്ട്, ഇപ്പോഴും പോകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പരിചിതമായ ഒരു സ്ഥലത്തെക്കുറിച്ച് അല്ലെ ആ ദേവീ സങ്കല്പത്തെക്കുറിച്ചൊക്കെ ഒരു കഥ വന്നപ്പോൾ ഞാനത് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല മൂകാംബിക ദേവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളുന്നൊരു അമ്മ. ഇപ്പോൾ നമ്മളമ്മ എന്ന് പറയുന്നൊരു നമ്മളെ വീട്ടിലേക്കൊക്കെ വരുമ്പം നമ്മൾ കൂട്ടുകാരെ ജാതിയും മതം നോക്കിയിട്ടൊന്നുമില്ല അമ്മ ചായയും പലഹാരമൊക്കെ തരുന്നത്. അപ്പോൾ ആ മൂകാംബികയിലേക്ക് ദേവിയിലേക്ക് ആർക്കും പോവാം, ഏത് മതസ്ഥനും പോവാം, എങ്ങനെ വേണമെങ്കിലും പോവാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അതാണ് നമ്മളെ ആകർഷിക്കുന്നത്. അപ്പോൾ ഏത് യുക്തിവാദി അവിടെ എത്തുമ്പോൾ മനസ്സിലൊരു മാറ്റം വരും. വെച്ചാൽ വിശ്വാസിയാവുന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, വിശ്വാസമുള്ളവർക്ക് ആവാം. അതുകൊണ്ട് വളരെ പരിചിതമായ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പരിചിതമായൊരു ഇത് സങ്കല്പം ഉള്ളൊരു ക്ഷേത്രമാണത്. അപ്പോൾ അവിടുത്തെ ഒരു കഥ വന്നപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അത് ഈ പറഞ്ഞതുപോലെ അതും സക്സസ് ആയി. അപ്പോൾ മ്യൂസിക്കിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ റിയൽ ലൈഫിൽ മ്യൂസിക്കിന് എന്തായാലും ഇമ്പോർട്ടൻസ്. നമുക്കിപ്പോൾ അത് മ്യൂസിക് ആസ്വദിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ ടെൻഷൻ വരുമ്പോഴും പല പ്രശ്നങ്ങൾ വരുമ്പോഴും മ്യൂസിക് ആസ്വദിക്കുന്നതിന് അതിനെന്താ റിലാക്സ് ചെയ്യുള്ളൂ. അത് വായന, മ്യൂസിക്, എഴുത്ത്, ഇതൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം എനിക്ക് മ്യൂസിക് വായിക്കാനോ അല്ലെങ്കിൽ സാങ്കേതികമായി അറിയില്ലെങ്കിലും കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. കാര്യം ശ്രീനിവാസൻ സാർ നമ്മൾ പാടി കേട്ടിട്ടില്ല, വിമല ടീച്ചർ പാടി കേട്ടിട്ടില്ല, പക്ഷെ വിനീത് ശ്രീനിവാസൻ നല്ല പാട്ടുകാരനാണ്. അപ്പം അത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കാതിരിക്കായിരുന്നു. അമ്മാവൻ്റെ സൈഡിൽ നിന്നൊരു ചിലപ്പോൾ നമ്മള് പൂർവികന്മാരും അങ്ങനെ സംഗീതജ്ഞന്മാരുണ്ടാവുമായിരിക്കും. എന്നാലും നമ്മള് വീട്ടിലുള്ള ആരും പാടി കേൾപ്പിക്കുന്നില്ല. അപ്പൊ ഇത് എവിടെ നിന്ന് വന്നു? അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ അമ്മമ്മയൊക്കെ പാടുന്ന ആളായിരിക്കാം, നമുക്കറിയില്ലാന്ന്. വീട്ടിലാരും പാടുന്നത് അറിയില്ല. അപ്പൊ ധ്യാൻ പാടുമോ നല്ലോണം? ധ്യാനൊക്കെ പണ്ട് പാട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവനെ പാട്ട് പഠിപ്പിക്കാൻ ഒരു മ്യൂസിക് ടീച്ചറൊക്കെ വെച്ചിരുന്നു, നടന്നിട്ടില്ല. അവൻ മ്യൂസിക് ടീച്ചർ മേലെ നിന്നിരുന്ന് പഠിക്കും, അവൻ താഴെ ക്രിക്കറ്റ് കളിക്കും. അതുകൊണ്ട് അതൊന്നും നടന്നില്ല. എടുത്തേക്കുന്ന സിനിമകളെല്ലാം ഭയങ്കര ഒരു ഫീൽ ഗുഡാണ്. കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിലെ ഓരോ ക്യാരക്ടേഴ്സിനോടാണെങ്കിലും നമുക്കൊരു കണക്ഷൻ തോന്നും. ഓർത്തിരിക്കാൻ ഇഷ്ടമുള്ള കുറേ സ്റ്റോറീസൊക്കെയാണ്. കാണാനും അങ്ങനത്തെ സിനിമകളാണോ ഇഷ്ടം? ഫീൽ ഗുഡ് മാത്രം കാണാനാണോ കൂടുതൽ? എല്ലാ സിനിമകളും കാണാറുണ്ട്, എല്ലാ ടൈപ്പും കാണും. പക്ഷേ സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനെ സിനിമ ചെയ്യുന്നേ ഉള്ളൂ. ആക്ഷൻ പടങ്ങളെല്ലാം കാണും.